അല്ല, അങ്ങനെ തന്നെയാണ് ബാബുരാജ് പറഞ്ഞത്. കാൻഡിഡേറ്റ്സിന് മത്സരിക്കാൻ കൊടുക്കാം എന്ന്, സ്ഥാനാർത്ഥികളെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞത്. പക്ഷെ അതവിടെ നമുക്ക് ക്ലിയർ ചെയ്യായിരുന്നല്ലോ. അങ്ങനെ അവർ വാങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ജനറൽ ബോഡിയല്ലേ. ശ്വേതാ മേനോൻ എപ്പോഴും സംസാരിക്കുന്നത്, മീഡിയയുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നത്, ഞങ്ങളുടെ കോടതി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്, അമ്മയുടെ ജനറൽ ബോഡിയാണ്. ആ ജനറൽ ബോഡിയിൽ ജനറൽ ബോഡി എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ അംഗീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ കോടതിയുടെ മുമ്പിൽ അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അവരവിടെ ക്ലിയർ ചെയ്യണ്ടേ? അവിടെ ക്ലിയർ ചെയ്ത അടുത്ത സെക്കൻഡില് അവർ ഇറങ്ങി പോവുകയാണ്. ഞാൻ അംഗത്വം കൂടെ രാജിവെക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുക ചെയ്തത്. എന്നിട്ട് പുറത്ത് വന്നിട്ട് മീഡിയയിൽ പറഞ്ഞത്, ഞങ്ങൾ രാജിവെക്കുന്നു, ഞാൻ അംഗത്വം രാജിവെച്ചു, ഞാനും എൻ്റെ കമ്മിറ്റി രാജിവെച്ചു, എനിക്ക് പാവയായിരിക്കാൻ സാധിക്കില്ല, എനിക്ക് പാവയായി ഇവിടെ ഇരുന്ന് ഭരിക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അത് അങ്ങനെ പറയാൻ എന്താണ് കാരണം? അങ്ങനെ അവർ ആരാണ് പാവയായിട്ട് ഈ ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷം 10 മാസം അവരെ ആരാണ്, അമ്മയിലെ ഏത് അംഗങ്ങളാണ് അവരുടെ ഭരണത്തിൽ ഇന്റർഫിയർ ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഭരിക്കണം, നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾ പറയുന്ന പോലെ അനുസരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ജനറൽ ബോഡിയിൽ പറയണ്ടേ? ഞങ്ങൾക്ക് അറിയണോ അത്? അങ്ങനെ പറഞ്ഞിട്ട് അവിടെ പറയാതെ ഇപ്പോഴും അതൊരു നിഗൂഢതയായിട്ട് വെച്ചിട്ട് പറയുകയാണ്. അവർ ആദ്യത്തെ പത്രസമ്മേളനം കഴിഞ്ഞ്, ഭരണത്തിൽ വന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞത്? ഞങ്ങൾ അതിജീവിതയെ തിരിച്ചു കൊണ്ടുവരും, പുറത്തുപോയ എല്ലാ സ്ത്രീകളെയും ഞങ്ങൾ തിരിച്ചു വിളിക്കുമെന്ന്. പിറ്റേ ദിവസം തന്നെ അവർ തിരിച്ചു പറഞ്ഞു ചില അംഗങ്ങൾക്ക് എതിർപ്പുണ്ട്. ആർക്കാണ് എതിർപ്പ്? അതൊക്കെ അറിയാം, ഞങ്ങൾക്കുണ്ട്. അതിന് ജനറൽ ബോഡിയിൽ പറയണ്ടേ? അല്ല, അംഗങ്ങൾക്ക് കത്തയക്കണ്ടേ? ഞാൻ ഇങ്ങനെ പത്രസമ്മേളനം നടത്തിയതിന് ശേഷം എനിക്ക് ആ കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഇന്ന അംഗങ്ങൾ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു, അത് പറയാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. അത് അംഗങ്ങളായി ഞങ്ങൾക്ക് അറിയണ്ടേ? അതൊന്നും അവർ പറയുന്നില്ല. ഇങ്ങനെ മാറി 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 സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൂടാതെ തന്നെ എനിക്കറിയാൻ കഴിഞ്ഞത്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, പിന്നെ ഈ പറയുന്ന അതിജീവിതയോ പുറത്തുപോയ സ്ത്രീകളെ ഔദ്യോഗികമായിട്ട് ഇവരൊരു ഫോൺ കോൾ പോലും ചെയ്ത് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഗൂഢാലോചന മാല മാത്രമല്ല, ജനറൽ ബോഡിയിൽ തന്നെ പറഞ്ഞു ഇവിടെ ഗൂഢാലോചനയാണ്, ഞങ്ങളെ പുറത്താക്കാൻ ഗൂഢാലോചന നടത്തി. ആരാണ് ഗൂഢാലോചന നടത്തിയത്? ഞാൻ എഴുന്നേറ്റ് ചോദിച്ചു, ആരാണ് ഗൂഢാലോചന നടത്തിയത്? ഗൂഢാലോചന എന്ന് വെച്ചാല് നമ്മള് ഒരു ഇംപീച്ച്മെന്റ് അല്ലെങ്കിൽ ഒരു അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത് ജനറൽ ബോഡിയുടെ അവകാശമാണ്. ജനറൽ ബോഡിയുടെ അവകാശം നടപ്പിലാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അപ്പൊ പലരും പറഞ്ഞത് ലക്ഷ്മിപ്രിയയെ പുറത്താക്കിയാൽ മതി, ചിലർക്ക് ഇവരെ മുഴുവൻ പേരും പോകണം, എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഒപ്പ് ശേഖരണത്തിലേക്ക് വന്നു. 21 ദിവസം മുമ്പ് കൊടുത്താൽ മാത്രമേ ഇത് നടപ്പിലാവൂ എന്ന് ഞങ്ങൾക്ക് പറയാം. ഇവിടെ പല ആൾക്കാരും, ജിമ്മി ടുട്ടു അടക്കം എന്നെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇത് ഒരിക്കലും അവിശ്വാസ പ്രമേയം ആവില്ല, കാരണം 21 ഡേയ്സ് മുമ്പ് കൊടുക്കണം. പക്ഷെ ഞങ്ങൾ അന്ന് അവിടെ അത് വായിക്കാം, കാരണം ഞങ്ങൾക്ക് നോട്ടീസും തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് വായിക്കാം എന്നുള്ള നിലയ്ക്കൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷെ വേണ്ടി വന്നില്ല, കാരണം കണക്ക് കാണിക്കാതെ ഇത് മൊത്തത്തിൽ ഡിസോൾവ് ചെയ്യുന്ന സാഹചര്യം വന്നപ്പോൾ ആ മാൻഡേറ്റ് പോയി. അവർക്ക് കണക്ക് കാണിക്കാതെ നിങ്ങൾ എല്ലാവരും ഏതെങ്കിലും ഒക്കെ സംഘടനയിൽ അംഗമായിരിക്കില്ലേ? കണക്ക് കാണിക്കാതിരിക്കാൻ ആനുവൽ ജനറൽ ബോഡിയിൽ കണക്ക് തരാതിരിക്കാൻ അവകാശമുണ്ടോ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക്? അവരവിടെ കണക്ക് കാണിക്കാതിരുന്നാൽ അതിന്റെ മാൻഡേറ്റ് നഷ്ടപ്പെട്ടു. മാൻഡേറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് പോകേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ അവര് ഇറങ്ങി ഓടി, അവര് രാജിവെച്ചു എന്ന് പ്രഖ്യാപിച്ചു. അംഗത്വം രാജിവെച്ചു. ഞങ്ങളോട് മാത്രമല്ല, പത്രക്കാരോട് പിറ്റേ ദിവസവും പ്രഖ്യാപിച്ചതിന് ശേഷം 20 ദിവസത്തിന് ശേഷം വന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരണം. ഒന്നുകിൽ 2 കാര്യമാണ്, എല്ലാവരും പോയി വിളിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. രണ്ടാമത്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളെ അവിടെ ഇരുത്തിയതും പൈസ ഞങ്ങൾ കൊണ്ടുവരാനും തരാമെന്നും പ്രോമിസ് ചെയ്ത് ചില കാര്യങ്ങൾ നടത്തിയെടുക്കാനാണ്, അതുകൊണ്ട് നിങ്ങൾ പോയി അവിടെ തന്നെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവാം എന്നും ഞാൻ സംശയിക്കുന്നു. എന്തോ ഒരു അജണ്ട നടപ്പിലാക്കാനാണ് അവർ വന്നിരിക്കുന്നത് എന്നുള്ള ഭയം കൂടുതൽ രൂക്ഷമായി ഇന്നലത്തെ ഈ തിരിച്ചുവരവിൽ അനുഭവപ്പെടുകയാണ്. ഒരു തരത്തിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഈ പത്രക്കാർക്ക് അറിയാം, ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും വേണ്ടി എത്രത്തോളം ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനും ഉഷയും നല്ല ശത്രുക്കളായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല പോലെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗതികേട് കൊണ്ട്, നാണം കെട്ട് ആണ് നിങ്ങളുടെ അടുത്ത് ഇപ്പോ കുറ്റബോധത്തോടെ സംസാരിക്കുന്നത്. ഇതിനല്ല അവരെ അവിടെ ഇരുത്തിയത്. തീർച്ചയായിട്ടും ഇവിടെ മനുഷ്യരെ തമ്മിൽ വിഭജിക്കാനും ഇവിടെ ജാതി പറയാനും അല്ല ഞങ്ങളിവിടെ ഇരുത്തിയത്.